എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സാധാരണ നമ്മൾ കൊളോണിയൽ ചരിത്രം പഠിക്കുമ്പോൾ കൊളോണിയൽ ചരിത്രത്തിൽ വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു തിയറിയാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന തിയറി. കൊളോണിയൽ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്റോറിയൻസ്, ഇന്ത്യൻ ചരിത്രത്തെ കൃത്യമായി വിശദീകരിക്കാൻ, ഇന്ത്യൻ ചരിത്രത്തിന്റെ ലിമിറ്റേഷൻസ് തുറന്നു കാണിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്നുള്ള രീതിയിൽ നമുക്ക് ഓറിയന്റൽ ഡെസ്പോട്ടിസത്തെ കാണാം. ഇതിനെ നമ്മൾ നോക്കിക്കാണും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് വെസ്റ്റ് എങ്ങനെയാണോ ഈസ്റ്റിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ വെസ്റ്റേൺ കാഴ്ചപ്പാടുകൾ, ഈസ്റ്റേണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് മൊത്തത്തിൽ. ആ ഒരു കാഴ്ചപ്പാടിനെ ഒരു പരിധി വരെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തിയററ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് കൊളോണിയൽ ചരിത്രകാരന്മാർ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മെയിനായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, വാട്ട് യു മീൻ ബൈ ഓറിയന്റൽ ഡെസ്പോട്ടിസം, and also we have to discuss about what are the main features of this theory, how we can apply this theory in the study of Asian society. ഏഷ്യൻ സമൂഹത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ ഈ തിയറിയെ ഉപയോഗപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ ട്രൈ ടു അനലൈസ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദിസ് തിയറി. ഈ തിയറിയുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഈസ്റ്റേൺ രാജ്യങ്ങളെ പറ്റിയുള്ള ചരിത്ര രചനയിൽ വളരെ ബോധപൂർവം തന്നെ ഈ കൺസെപ്റ്റ് വെസ്റ്റേണേഴ്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ ചരിത്രമൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, കൊളോണിയൽ ചരിത്രകാരന്മാരുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ടു ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദെയർ റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവരുടെ ഭരണത്തെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഭരണത്തെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈസ്റ്റിനെയും വെസ്റ്റിനെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈസ്റ്റിനെയും വെസ്റ്റിനെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഈസ്റ്റ് ആണ് വെസ്റ്റിനേക്കാൾ ഒരുപാട് താഴെ എന്ന് പറഞ്ഞു വെച്ചാൽ മാത്രമേ അവർക്ക് സാംസ്കാരികമായും രാഷ്ട്രീയമായിട്ടും അവരുടെ മേധാവിത്വത്തെ എക്സസൈസ് ചെയ്യാനും ജസ്റ്റിഫൈ ചെയ്യാനും കഴിയൂ എന്നുള്ളതാണ് നമ്മൾ ഈ തിയറിയെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ തിയറിയെ നോക്കിക്കാണാൻ. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദിസ് തിയറി. ദെൻ നമ്മൾ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന തിയറി ഒരു ഡിബേറ്റബിൾ തിയറിയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഡിബേറ്റബിൾ തിയറി എന്നുള്ള തരത്തിൽ വേണം നമ്മൾ അതിനെ കാണാൻ. അപ്പൊ യൂറോപ്യൻ ചരിത്ര രചനയിലും യൂറോപ്യൻ ചരിത്ര രചനാ ശാസ്ത്രത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലെ ഗവൺമെന്റുകളെ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലെ ഭരണ സംവിധാനത്തെ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സമൂഹത്തെയൊക്കെ പറ്റി പറയാൻ എല്ലാ കാലഘട്ടത്തിലും ഈ ഒരു തിയറി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് യൂറോപ്യൻസ് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. Then after that we have to discuss about the origin of that concept. എവിടെ നിന്നാണ് ആ ഒരു പദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ, when we can look into the concept of oriental despotism, it is deeply rooted in Greek thought. എല്ലാ ചരിത്രത്തിന്റെ എന്താ പറയുക, ഒരു ട്രഡീഷൻ നമ്മൾ ആരംഭിക്കപ്പെടുന്നതും എന്താണ്, ഗ്രീക്ക് ചരിത്ര രചനയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതും ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റും ഒരു പരിധി വരെ, ഈ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഗ്രീക്ക് ക്ലാസിക്കൽ വർക്കുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഹെറോഡോട്ടസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹെറോഡോട്ടസ് ഈ പേർഷ്യൻ എംപയറെ പറ്റി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പേർഷ്യൻ എംപയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഡെസ്പോട്ടിക് ടിറനി എന്നീ പറയുന്ന കൺസെപ്റ്റുകളെ വെച്ചുകൊണ്ടാണ്.
പറഞ്ഞാൽ ഏഷ്യയിൽ ഉണ്ടായിരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഡെസ്പോട്ടിക് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിന്നിരുന്നത് എന്നും ഇവിടെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനത്തിൽ റൂളേഴ്സ് എല്ലാം തന്നെ ഒരു ടിറണിക്കൽ റൂളായിരുന്നു മുന്നോട്ട് നയിച്ചിരുന്നത് എന്നുമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഹെറോഡോട്ടസിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. ലോക ചരിത്രത്തിന്റെ തന്നെ പിതാവായിട്ടാണ് നമ്മൾ ഹെറോഡോട്ടസിനെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹെറോഡോട്ടസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഈ പദത്തിന്റെ ഒരു ഉത്ഭവം നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ചരിത്രത്തിന്റെ രചനകൾ ആരംഭിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വെസ്റ്റേൺ രാജ്യങ്ങള്, പ്രത്യേകിച്ച് ഈസ്റ്റേൺ രാജ്യങ്ങളെ വിലയിരുത്തപ്പെടുമ്പോൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിന്റെ തുടർച്ച എന്നോണം ഇറ്റ്സ് ഡെവലപ്മെന്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ അരിസ്റ്റോട്ടിലിയൻ പൊളിറ്റിക്കൽ ഫിലോസഫി. അരിസ്റ്റോട്ടിൽ തിയറി ക്ലിയർലി ക്വാളിഫൈഡ് ഡെസ്പോട്ടിസം ഇൻ ഹിസ് പൊളിറ്റിക്സ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതിയിലൊക്കെ തന്നെ അരിസ്റ്റോട്ടിൽ ഈ കോൺസെപ്റ്റിനെ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏഷ്യൻ മൊണാർക്കിയൽ സംവിധാനത്തെ പറ്റി പരാമർശിക്കപ്പെടുമ്പോൾ ഈ ഡെസ്പോട്ടിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് വല്ലാതെ ഉപയോഗപ്പെടുത്തിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടുന്ന് മുതൽ അതിന്റെ ഒരു ട്രഡീഷൻ നമ്മൾ പരിശോധിച്ചാൽ ഈ കോൺസെപ്റ്റിന്റെ ഒരു തിയററ്റിക്കൽ ഡെവലപ്മെന്റ് വിച്ച് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പീരീഡ് ഓഫ് ഏൻഷ്യൻ ഹിസ്റ്റോറിക്കൽ തോട്ട്. അപ്പൊ ഏൻഷ്യൻ ഹിസ്റ്റോറിക്കൽ തോട്ട് മുതൽ തന്നെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ സ്വാഭാവികമായിട്ടും ഈ ഒരു ഐഡിയ വിച്ച് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ്, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അതേ രീതിയിൽ തന്നെ തുടർന്നു പോരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ദിസ് ന്യൂ ഐഡിയാസ് എമർജ്ഡ് വിച്ച് ഗേവ് ദ കാറ്റഗറി ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം ഫ്രഷ് connotations from a theoretical point of view from the period of Niccolo Machiavelli. നിക്കോളോ മാക്കിയവെല്ലിയുടെ ഒക്കെ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലേക്കൊക്കെ കടക്കുന്നതോട് കൂടിയാണ് ഈ ഒരു തിയറിക്ക് ഒരു വ്യത്യസ്തമായ മാനം ലഭിക്കുന്നത്. വളരെ വിശാലമായ അർത്ഥത്തിൽ ചരിത്രകാരന്മാരും മറ്റ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ തിയറിയെ പിന്നീട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിൽ മോണ്ടസ്ക്യൂ ഈ കൺസെപ്റ്റിനെ വളരെ വിശദമായ രീതിയിൽ തന്റെ കൃതികളിൽ കൂടി പരാമർശിക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദിസ് എൻലൈറ്റ്മെന്റ് ഓറിയന്റൽ ഡെസ്പോട്ടിസം വാസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ഐഡിയ, എസ്പെഷ്യലി ഫോർ ദ റൈറ്റിംഗ്സ് ഓഫ് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂവിന്റെ വർക്കുകളിലൊക്കെ തന്നെ ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ വ്യത്യസ്തമായ തലങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. Montesquieu treated of Oriental despotism as well. He highlighted the radical geographical and political difference between Europe and Asia. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെയും ഏഷ്യൻ രാജ്യങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും വ്യത്യസ്തതകളെ പരാമർശിക്കപ്പെടുമ്പോൾ ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. The large plains of Asiatic natural milieu was an essential condition for the despotism. ഇപ്പൊ മോണ്ടസ്ക്യൂ ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് ഏഷ്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ഒരു പരിധിവരെ ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഈ ഏഷ്യൻ രാജ്യങ്ങൾ ചെന്നെത്തുന്നത് എന്നാണ് അദ്ദേഹം തന്റെ പഠനങ്ങളിൽ കൂടി വ്യക്തമാക്കുന്നത്. Then Montesquieu considerably influenced European attitudes towards Oriental despotism. ഇപ്പൊ യൂറോസെൻട്രിക് ആയിട്ടുള്ള, അപ്പൊ യൂറോപ്പിനെ കേന്ദ്രീകൃതമായിട്ടുള്ള ആശയത്തെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു മോണ്ടസ്ക്യൂം തന്റെ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിലൊക്കെ തന്നെ ഒരു യൂറോസെൻട്രിക് എലമെന്റ് നമുക്ക് കാണാൻ കഴിയുന്നു. Then this Oriental despotism is an important for the political theory of the French author Jean Bodin. ജീൻ ബോർഡിന്റെ കാലഘട്ടമാവുമ്പോഴും ഈ ഒരു തിയറിയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തോമസ് ഹോബ്സ്, ജോൺ ലോക്കിനെ പോലെയുള്ള എല്ലാ സ്കോളേഴ്സും തത്വശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായും ഒക്കെ തന്നെ അതിന്റെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ വിവിധ തലങ്ങളെ കൃത്യമായി പരിശോധിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും.
Afterwards, a significant role in Hegel's thought as well as Marx's writing when it turned towards Asiatic mode of production theory. Karl Marx's interpretation of Asiatic society in the 17th and 18th century, observations on the specific nature of their economy. ഈ ഒരു തിയറി, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന തിയറിയുടെ എവല്യൂഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ലെവൽ ഓഫ് ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്ന ഹെഗലിന്റെ ഈ മാർക്സിന്റെയും കാഴ്ചപ്പാടുകൾ വരുന്നതോടുകൂടിയാണ്. മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ കാൾ മാർക്സ് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി അദ്ദേഹത്തിന്റെ ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ മാർക്സിയൻ കൺസെപ്റ്റ് ഈ ഒരു ഓറിയന്റൽ ഡെസ്പോട്ടിക് കോൺസെപ്റ്റിന് സാധുത നൽകുന്ന തരത്തിലുള്ള അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിൻ്റെതും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ഡെസ്പോട്ടിക് നേച്ചർ ഇന്ത്യൻ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ സൊസൈറ്റിയിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന ജിയോഗ്രഫിക്കലും നാച്ചുറൽ ആയിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളായിരുന്നു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, the entire Asiatic economic system was based on the absence of individual property rights. ഇപ്പൊ ഇവിടെ മാർക്സിയൻ കൺസെപ്റ്റിലാണെങ്കിൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിലൊക്കെ തന്നെ നമ്മൾ പറയുന്ന ഈ ഡെസ്പോട്ടിക് ലെവലിലേക്ക് ഇന്ത്യൻ സൊസൈറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒരു കാലഘട്ടത്തിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇത്തരത്തില് ഒരു ശക്തമായ ഒരു ഓറിയന്റൽ ഡെസ്പോട്ടിക് നേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾ ദീസ് സ്കോളേഴ്സ്, എല്ലാ ചരിത്രകാരന്മാരും they were compared with ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. വെസ്റ്റേൺ രാജ്യങ്ങളെയും ഈസ്റ്റേൺ രാജ്യങ്ങളെയും ഒരു കമ്പാരിസൺ നടത്താനാണ്. ആൻഡ് ട്രൈ ടു ഐഡന്റിഫൈ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റേൺ രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ഓൾസോ ദേ വേർ ലുക്കിംഗ് ടു ഈസ്റ്റ് ഇൻ ടു ദ യൂറോസെൻട്രിക് വ്യൂ പോയിന്റ്. അപ്പൊ വെസ്റ്റേൺ സ്കോളേഴ്സ് എല്ലാം തന്നെ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഒരു യൂറോസെൻട്രിക് വേ ഓഫ് അപ്രോച്ച് ആണ് അവര് ഈ പറയുന്ന ഈസ്റ്റേൺ രാജ്യങ്ങളെ വിലയിരുത്താൻ ഉപയോഗപ്പെടുന്നു, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ. അപ്പൊ ആ രീതിയിൽ ഒരു 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 സിസ്റ്റം ഓഫ് നേച്ചർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ് ചിന്തകളും വിവരണങ്ങളുമാണ് ആദ്യ കാലഘട്ടത്തിലെ ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ച് നിലനിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഓട്ടോണമസ് ഡെസ്പോട്ടിക് പവർ തന്നെയായിരുന്നു ഏഷ്യൻ സമൂഹത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രക്രിയയായി ഇവരെല്ലാം തന്നെ വിലയിരുത്തപ്പെടുന്നത്. ദെൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ദെൻ മാർക്സ് വെബർ, അദ്ദേഹവും ഏതാണ്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങളിലും ഈ ഒരു ഏഷ്യാറ്റിക് മോഡ് ഓഫ് കോൺസെപ്റ്റ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ദേ വേർ ഫോക്കസ് ഓൺ ദിസ് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹിസ് ക്രൂഷ്യൽ ഫാക്ടർ വിച്ച് മെയ്ഡ് നിയർ ഈസ്റ്റേൺ ഡെവലപ്മെന്റ് so different was the need for irrigation system. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്സ് വെബറൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തില് ഒരു സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സെറ്റപ്പ്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന സോഷ്യൽ സെറ്റപ്പിലേക്ക് എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് ഇറിഗേഷൻ സിസ്റ്റമാണ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ സിറ്റീസ് വെർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ബിൽഡിംഗ് കനാൽസ് ആൻഡ് constant regulation of water and rivers, all of that demanded the existence of unified bureaucracy. നമുക്കറിയാം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങള് പ്രധാനമായും ആദ്യ കാലഘട്ടത്തില് അവരുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ഓൺ ദിസ് അഗ്രേറിയൻ സെക്ടർ. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ സിസ്റ്റത്തിന് വളരെയധികം പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അന്ന് നിലനിന്നിരുന്ന ഈ ഇറിഗേഷൻ സെറ്റപ്പുകള് ഒരു പുതിയ ഒരു ബ്യൂറോക്രാറ്റിയെ രൂപപ്പെടുത്തുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തെ ഒരു ഇറിഗേഷൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് മാർക്സ് വെബറൊക്കെ പറയുന്നത്. ആ ഇറിഗേഷൻ സിസ്റ്റത്തെ എന്താണ് യൂണിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്യൂറോക്രസി ഉണ്ടായിരുന്നെന്നും ആ ബ്യൂറോക്രസിയുടെ പ്രവർത്തനങ്ങളും ഇത്തരത്തില് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഇത്തരത്തിലുള്ള ഒരു ഡെസ്പോട്ടിക്
റൂളേഴ്സിനെ സഹായിക്കുന്ന തരത്തിൽ മാറുകയും ചെയ്തു എന്നും പരാമർശിക്കപ്പെടുന്നു. The Eurocentric representation of the relationship between East and Europe from a philosophical viewpoint becomes most interesting at the beginning of 19th century from William Frederick Hegel. ഹെഗലിന്റെ കാലഘട്ടം എത്തുന്നതോടുകൂടിയാണ് ഈ കൺസെപ്റ്റിന് ഒരു സിസ്റ്റമാറ്റിക് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹെഗൽ ഈ കൺസെപ്റ്റ് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എന്താണ്, ഹി യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം ഇൻ ഹിസ് ഓൾസർജൻ ഊബർ ഡൈ ഫിലോസഫി ഡി ജസ്റ്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കില് അദ്ദേഹം കൃത്യമായിട്ട് ഡെസ്പോട്ടിസം എന്താണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഈ ഡെസ്പോട്ടിക് നേച്ചർ എന്താണെന്ന് അദ്ദേഹം കൃത്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. Despotism, which for Hegel was represented by Asiatic societies and governments, was conceived of the first of 4 stages in dialectic of universal spirit, because it departs from the state of nature but does not yet permit the individual to be autonomous. ഏഷ്യാറ്റിക് സൊസൈറ്റിയിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലെ ഭരണ സംവിധാനങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ എലമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സവിശേഷമായ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അത് ആ കാലഘട്ടത്തിലെ എല്ലാ സ്റ്റേറ്റുകളുടെയും പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ഏഷ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്നെ സവിശേഷമായ ഒരു സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇൻഡിവിജ്വൽ ഓട്ടോണമിയെ ഒരു സമയത്തും നമുക്ക് പെർമിറ്റ് ചെയ്യുന്നില്ല ആ കാലഘട്ടങ്ങളിൽ എന്നുള്ളതാണ് ഏഷ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥയുടെ പ്രധാന കാരണമായി അവതരിപ്പിക്കപ്പെടുന്നത്. The European idea of Oriental despotism, when it was directly applied by colonial administrators, which is given new vistas, as in the case of Indian history as well as the Asian history. അപ്പൊ നമുക്ക് യൂറോസെൻട്രിക് ആയിട്ടുള്ള ഈ ആശയത്തെ വെച്ചുകൊണ്ട് ഓറിയൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് കൊളോണിയൽ ചരിത്രകാരന്മാർ തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്റോറിയൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. അവര് ഇന്ത്യൻ സമൂഹത്തെ പറ്റിയും ഏഷ്യൻ രാജ്യങ്ങളെയും പറ്റിയും ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഈ കൺസെപ്റ്റ് കൊണ്ട് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് തുടർ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഡിബേറ്റിനുള്ള ഒരു സ്പേസ് നമുക്ക് തുറന്നു തരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന തരത്തിൽ അതിനെ ഒരു സവിശേഷമായ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തിയറികളും അതിന്റെ സവിശേഷതയും വളരെ കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്നത് കാൾ എ വിറ്റ്ഫോഗലാണ്. The concept reappeared both in Weber's thought and in the 20th century in Carl A. Wittfogel. ഇതിനെ ഒരു ഒരു കോൺസെപ്റ്റിനെ ഒരു യൂണിഫൈഡ് ലെവൽ ഓഫ് കോൺസെപ്റ്റ് ആയി മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ലെവൽ ഓഫ് കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാൾ എ വിറ്റ്ഫോഗലാണ്. അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ട്, എന്താണ്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ടോട്ടൽ പവർ എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1957 അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ ഈ വർക്കിൽ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന കൺസെപ്റ്റിനെ കൃത്യമായി അനലൈസ് ചെയ്ത് പോരുന്നുണ്ട്. അതിന്റെ സവിശേഷമായ സ്വഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനുള്ള സമീപനത്തെ പറയുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ തിയറിയെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിനെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. The book has been mainly 10 chapters. ചാപ്റ്റർ പരിശോധിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ സമീപനവും ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം ഈ ചാപ്റ്റർ 1 അദ്ദേഹം ഏഷ്യൻ രാജ്യങ്ങളിലെ വളരെ വിശദമായി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ മുഗൾ എംപേഴ്സിനെയൊക്കെ തന്നെ വളരെ പെറു, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളെ വളരെ വിശദമായി തന്നെ പഠിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ ഈ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായി വിവരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഹൈഡ്രോളിക് സൊസൈറ്റി. ആ ഹൈഡ്രോളിക് സൊസൈറ്റി എങ്ങനെയാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിലേക്കും ആ ഓറിയന്റൽ ഡെസ്പോട്ടിസവും ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം എന്നൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ എന്ന് പറയുന്നത് പേർഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ചൈനയെയും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെയും പറ്റിയുള്ള പഠനങ്ങളാണ്. അപ്പൊ ചൈനയുടെയൊക്കെ പഠനത്തിന്റെ ഒരു തുടർച്ച തന്നെയായിട്ടാണ് ഈ ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെയൊക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ചാപ്റ്റർ 2 വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രോളിക് എക്കോണമി, എ മാനേജറിയൽ ആൻഡ് ജെന്യുവൻലി പൊളിറ്റിക്കൽ എക്കോണമി. എങ്ങനെയാണ് ഈ ഹൈഡ്രോളിക് എക്കണോമി രൂപപ്പെട്ടു വരുന്നത്? അഗ്രേറിയൻ സെക്ടറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യത്തെ എക്കണോമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിലനിൽക്കപ്പെടുന്ന ഈ സൊസൈറ്റി എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് എക്കോണമി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ ദ സ്റ്റേറ്റ് സ്ട്രോങ്ങർ ദാൻ സൊസൈറ്റി. എങ്ങനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ഇത്രയധികം ഒരു ഓട്ടോക്രസി നേടാൻ കഴിയുന്നത്? ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ഒരു ഓട്ടോക്രാറ്റിക് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് സൊസൈറ്റിയുടെ അവകാശങ്ങൾക്ക് അതീതമായി എങ്ങനെ നിലനിൽക്കപ്പെടുന്നു എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 4 ഡെസ്പോട്ടിക് പവർ, ടോട്ടൽ ആൻഡ് നോട്ട് ബെനവലന്റ്, ദ ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സോഷ്യറ്റൽ ചെക്ക് ആൻഡ് ബഗേഴ്സ് ഡെമോക്രസി. ഒരു പരിധിവരെ ജനാധിപത്യത്തെ സ്വഭാവം നമുക്ക് ഇത്തരം രാജ്യങ്ങളിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഡെസ്പോട്ടിക് പവറിന്റെ ഓവർ ഡൊമിനൻസ് എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാലത്തും മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സവിശേഷമായ സ്വഭാവത്തിലേക്ക് ഇത്തരം രാജ്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. Then chapter 5, the total terror. Hydraulic government is despotic by its very nature. This was a form of total power because there were no special legal and cultural constraints. ഒരു സമഗ്ര ഏകാധിപത്യം ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് ഗവൺമെന്റുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡെസ്പോട്ടിസം, വളരെ ഒരു ടൈറനിക്കൽ ഡെസ്പോട്ടിസം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ശക്തികളുടെ അല്ലെങ്കിൽ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഡെസ്പോട്ടിക് സ്വഭാവം ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഒരു ടോട്ടൽ പവർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹാൻഡിൽ ബൈ ദ അതോറിറ്റി ഓർ ദ കിങ്. അവിടെ നമുക്ക് സാമൂഹികമായോ ലീഗലായിട്ടോ സാംസ്കാരികമായിട്ടോ ഒരു തരത്തിലുള്ള ഒരു കൾച്ചറൽ കൺസ്ട്രെയിൻസിനും അവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാണുന്നത്. Then chapter 6, the core, the margin and the sub-margin of hydraulic societies. Then സവിശേഷമായിട്ടുള്ള എന്താണ് പ്രത്യേകതകൾ, അതിന്റെ ഫീച്ചേഴ്സ്, ഹൈഡ്രോളിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം. Then chapter 7, patterns of property complexity in hydraulic society. അപ്പൊ നമ്മൾ കാണുന്ന 7 ആയാലും ചാപ്റ്റർ 7 ആയാലും 8 ആയാലും 9 ആയാലും ഒക്കെ നമുക്ക് എടുത്താൽ ഈ ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന് അദ്ദേഹം വളരെ കൃത്യമായി ജസ്റ്റിഫൈ ചെയ്യാം. പ്രത്യേകിച്ച് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു തിയറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഉപയോഗപ്പെടുന്നത്. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെയും വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായും ഈ ചാപ്റ്ററുകളിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ ബുക്കിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വളരെ സമഗ്രമായ രീതിയിൽ തന്നെ അദ്ദേഹം വിശദീകരിക്കാൻ തന്റെ ഈ 10 ചാപ്റ്ററിൽ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. Then another important thing is that he established the different aspects of this theory in his on the basis of in his work. അദ്ദേഹം ആ തിയറിയുടെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന തിയറിയുടെ വ്യത്യസ്ത തലങ്ങളെ വളരെ കൃത്യമായി പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. ഹിസ് അപ്രോച്ച് വാസ് സ്ട്രോങ്ലി റിലേറ്റഡ് ടു ദ തോട്ട് ഓഫ് മാർക്സ് ആൻഡ് പെർട്ടിക്കുലർലി ദാറ്റ് ഓഫ് വെബർ. മാർക്സിയൻ കാഴ്ചപ്പാടിന്റെയും ആ മാർക്സ് വെബറിന്റെ ഒക്കെ കാഴ്ചപ്പാടിന്റെ
ഒരു 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 കണ്ടിന്യൂവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകളെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ അദ്ദേഹം തന്റെ പഠനത്തിൽ ശ്രമിക്കുന്നുണ്ട്. He developed the idea of economic necessity of supporting irrigation system as the foundation of a model of society. ഒരു സൊസൈറ്റിയുടെ, പ്രത്യേകിച്ച് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിക് നേച്ചർ ഉള്ള ഏഷ്യയിലെ രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലാ സാമ്പത്തിക മേഖലയെയാണെങ്കിലും രാഷ്ട്രീയ മേഖലയാണെങ്കിലും ഗവൺമെന്റിനെയാണെങ്കിലും എന്താണ് ഈ എല്ലാ രീതിയിലും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആ ഇറിഗേഷൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവൺമെന്റ് ഹൂസ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് വാസ് അബ്സല്യൂട്ട് പവർ ഓഫ് എ സെൻട്രൽ ബ്യൂറോക്രസി. അപ്പൊ അവിടുത്തെ ഗവൺമെന്റുകളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി കാണാൻ പറ്റും. ഒരു അബ്സല്യൂട്ട് പവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് ബ്യൂറോക്രസി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഹാൻഡിൽ ദ അബ്സല്യൂട്ട് പവർ എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. സമൂഹത്തിന് മേൽ വളരെ കൃത്യമായി അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. Wittfogel suggested that Asia was an immobile because rulers controlled the society. അദ്ദേഹം പറയുന്നത് ഏഷ്യ എന്ന് പറയുന്നത് ചലനാത്മകത ഇല്ലാതെ നിലനിന്ന ഒരു സമൂഹമാണ് ഏഷ്യയിലെ സമൂഹം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചലനാത്മകത ഇല്ലാതായി പോകുന്നത് എന്നാണ് പറയുന്നത്? ബിക്കോസ് ദ റൂളേഴ്സ് കൺട്രോൾ ദ സൊസൈറ്റി. സൊസൈറ്റിയെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ രാജാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് ഒരു കാലഘട്ടത്തിലും ചലനാത്മകത ഉണ്ടായിരുന്നില്ല എന്ന് ആണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഏഷ്യൻ സൊസൈറ്റി അനലൈസ് വിത്ത് ദ തിയറി ഓഫ് ഹൈഡ്രോളിക് സൊസൈറ്റി. ഏഷ്യൻ സമൂഹത്തെ വളരെ കൃത്യമായി വിശകലനം ചെയ്യാൻ നമുക്ക് ഏറ്റവും പര്യാപ്തമായ തിയറി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സൊസൈറ്റിയാണ്. And also we can see this almost all these studies, especially the study of Carl Wittfogel, which is a continuation of the study of Chinese society. ചൈനീസ് സൊസൈറ്റിയുടെ ഒരു പഠനത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഈസ് ഓർഗനൈസ്ഡ് വിത്ത് എ പബ്ലിക് ഇറിഗേഷൻ സിസ്റ്റം which is they were utilized the use of this forced labor. ബ്യൂറോക്രസിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സവിശേഷമായ സ്വഭാവമാണ് ഉള്ളത്. അങ്ങനെ ഒരു സവിശേഷമായ സ്വഭാവത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇറിഗേഷന് നമ്മൾ ഉപയോഗപ്പെടുത്തി ഫോഴ്സ് ലേബേഴ്സിനെയാണ്. ഈ ഫോഴ്സ് ലേബേഴ്സിന് ഒരു സമയത്തും ഒരു തരത്തിലുള്ള അധികാരങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആ അധികാരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിലേക്ക് ഈ ഏഷ്യൻ രാജ്യങ്ങൾ മാറുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ദെൻ നമ്മൾ ഇപ്പൊ ഇതിനെ ഒരു ബ്രോഡ് കൺസെപ്റ്റിലാണ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു വേൾഡ് സ്റ്റാൻഡിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത്. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രം വളരെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഈ ഇമ്പീരിയലിസ്റ്റ് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ കൊളോണിയൽ ചരിത്രകാരന്മാര് ആ തിയറിയെ വളരെ സ്കിൽഫുൾ ആയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതില് ജെയിംസ് മിൽ ആണെങ്കിലും, അതുപോലെ തന്നെ മാക്സ് മുള്ളർ ആണെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് തോമസ് റോയ് ആണെങ്കിലും, ഫ്രാൻസിസ് ബെറീനിയർ, അവരൊക്കെ തന്നെ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഈ ഒരു ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവരുടെ ഭരണത്തെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ദ തിയറി ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം ഡെവലപ്ഡ് ബൈ ദീസ് വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് ഫോർ ദെയർ ഓൺ മോട്ടീവ്. അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഈ തിയറിയെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ തിയറി വിച്ച് ഈസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് കൊളോണിയൽ മൈൻഡ് സെറ്റ്. അതൊരു കൊളോണിയൽ മൈൻഡ് സെറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ആ ഒരു തിയറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇറ്റ് ടോട്ടലി നെഗേറ്റ് ദ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് ഓൾസോ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ ദേശീയതയെയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ട് തമസ്കരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് ആ തിയറി അവര് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. Such ideological construct were created to derive the legitimacy to impose the tyrannical rule of India. അതിന് അവര് ഏറ്റവും കൂടുതൽ
ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യൻ റൂളേഴ്സ് ഓട്ടോക്രാറ്റ് ആണ്. ഇന്ത്യൻ റൂളേഴ്സ് വളരെ ക്രൂരമായിട്ടാണ്, വളരെ ടിറനിക്കൽ റൂളായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്റോറിയൻസ് enhance the theory of civilizing mission, white man burden and theory of guardianship. നമുക്കറിയാം ഇന്ത്യൻ ചരിത്രത്തെ പരാമർശിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്ര രചനകളിലൊക്കെ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. സിവിലൈസിങ് മിഷൻ, ഇന്ത്യയെ അൺസിവിലൈസ്ഡ് ആയിട്ടിരുന്ന ഒരു സമൂഹത്തെ സിവിലൈസിങ് ലെവലിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമം പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നത് ആരുടെ കയ്യിലായിരുന്നു? ഈ യൂറോപ്യൻസിൻ്റെയിലായിരുന്നു. അത്തരത്തില് അവരുടെ ഭരണത്തെ നീതീകരിക്കാൻ കഴിയുന്ന 3 തിയറികളാണ്. അതുപോലെ തന്നെ വൈറ്റ് മാൻ ബേർഡൻ, വൈറ്റ് മാന്റെ ഒരു ബേർഡൻ ആയിട്ടാണ് അവർ കാണുന്നത് ഇന്ത്യയെ സിവിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിട്ടാണ് അവർ പറയുന്നത്. അത്രയധികം സവിശേഷമായിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സംസ്കാരത്തെ, അത്രയധികം ഡീഗ്രേഡഡ് ആയിട്ട് കിടന്ന ഒരു സംസ്കാരത്തെ ഒരു പുതിയ തലത്തിലേക്ക് മോഡേണൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സിവിലൈസ് ചെയ്യാൻ ഉള്ള ഒരു ബേർഡൻ അവര് ഉണ്ടായിരുന്നുവെന്നും അതിനുള്ള ശ്രമമായിരുന്നു അവരുടെ ഭരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് വെക്കാനാണ് അവര് ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ തിയറി ഉപയോഗപ്പെടുത്തിയ കൊളോണിയൽ ചരിത്രകാരന്മാരാണ് നമ്മൾ പരാമർശിക്കുന്നത്. വില്യം ജോൺസ്, അതുപോലെ തന്നെ മാക്സ് മുള്ളർ, ജെയിംസ് മില്ല്, വിൻസെന്റ് സ്മിത്ത്, ഫ്രാങ്കോയിസ് ബെർണിയർ, തോമസ് റോ, ചാൾസ് ഗ്രാൻഡ്, മാർക്ക് വിൽക്കിസ്, ഇങ്ങനെയുള്ള എല്ലാ കൊളോണിയൽ ചരിത്രകാരന്മാരുടെയും ഒരു സമീപനം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വളരെയധികം സാംസ്കാരികമായിട്ട് പുറകിലേക്ക് നിന്ന ഒരു രാജ്യമാണെന്നും ആ സാംസ്കാരികമായിട്ട് പുറകിൽ നിന്ന രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നും സമർത്ഥിക്കാനാണ് ഈ ഓരോ കൊളോണിയൽ ചരിത്രകാരന്മാരും ശ്രമിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. And they were clearly analyzed the dichotomy between Oriental and Occidental concept. ഈ കൊളോണിയൽ ചരിത്രകാരന്മാര് ഒക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുന്ന 2 കൺസെപ്റ്റ് ആണ്, ഓറിയന്റലും ഓക്സിഡന്റലും. ഓറിയന്റൽ എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങള് ഈസ്റ്റിനെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഓറിയന്റൽ എന്ന് പറയുന്ന ഈസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് they were always stands for spiritualism. എല്ലാ കാലഘട്ടത്തിലും ഒരു സ്പിരിച്വൽ നേച്ചർ ഓറിയന്റൽ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്പിംഗ് നേച്ചറിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഓക്സിഡന്റൽ സ്റ്റാൻഡ്സ് ഫോർ മെറ്റീരിയലിസം ആൻഡ് ദേ വെർ ഓൾവേസ് പ്രൊമോട്ട് ഓൾ കൈൻഡ് ഓഫ് ഡെവലപ്പിംഗ് ഐഡിയാസ്. എല്ലാ കാലഘട്ടത്തിലും എന്താണ് പുരോഗമനപരമായ ചിന്തകൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് വെസ്റ്റേൺ കൺട്രീസ് എന്നും അതുകൊണ്ട് അവരെ ഓക്സിഡന്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും അവർ വളരെ കൃത്യമായി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ആണെങ്കിലും ഏഷ്യൻ സൊസൈറ്റിയുടെ ആണെങ്കിലും ഒരു സവിശേഷമായ സ്വഭാവത്തെ വിലയിരുത്തപ്പെടാൻ ഉപയോഗപ്പെടുന്ന ഓറിയന്റൽ ഡെസ്പോട്ടിസത്തെയും ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെയും നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ സവിശേഷമായ സ്വഭാവം, പ്രത്യേകിച്ച് ഒരു ആഗോള തലത്തിൽ ഉണ്ടായിരുന്ന അതേ സവിശേഷമായ സ്വഭാവം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും അവർ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലഘട്ടം സ്റ്റാറ്റിക് ആയിട്ട് നിലനിന്ന ഒരു സമൂഹം, ഒരു രീതിയിലുള്ള പുരോഗതിയും ഇല്ലാതെ നിന്ന ഒരു സമൂഹമായിരുന്നു. അത് ഒരു ഡൈനാമിക് ആയിരുന്നില്ല. വെൻ വി കമ്പയർഡ് വിത്ത് ദ വെസ്റ്റേൺ കൺട്രീസ് and that western country is more dynamic rather than the eastern countries. അപ്പൊ ഈസ്റ്റേൺ കൺട്രീസും വെസ്റ്റേൺ കൺട്രീസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഈസ്റ്റേൺ രാജ്യങ്ങൾ എപ്പോഴും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വെസ്റ്റേൺ രാജ്യങ്ങളെ നമുക്ക് പരിശോധിച്ചാൽ they were more dynamic and more liberal. ഒരുപാട് ഡൈനാമിക് ആണ്, അതുപോലെ തന്നെ വളരെ ലിബറൽ ആയിട്ടുള്ള വേ ഓഫ് അപ്രോച്ച് ആണ് അവരുടേത്. ആൻഡ് വെസ്റ്റേണേഴ്സ് ഓൾസോ ഫോളോ എ ലിബറൽ മോഡ് ഓഫ് ഗവൺമെന്റ്.
അവരുടെ ഭരണ സംവിധാനത്തെ എടുത്തു നോക്കിയാലും ലിബറൽ ആണ് എന്നാണ് പറഞ്ഞു വെക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പൊ വെൻ വി കമ്പയർഡ് വിത്ത് ദീസ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇന്ത്യ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, വലിയ ഒരു ഭരണഘടന സംവിധാനമില്ലാതെ വ്യത്യസ്തമായ രാജാക്കന്മാർ ഭരണം നടത്തുന്ന ഈ റൂളേഴ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇസ് മോർ ഓട്ടോക്രാറ്റ് ആൻഡ് ടിറണിക്കൽ. എല്ലാ കാലഘട്ടത്തിലും വളരെ ക്രൂരമായ, വളരെ ഓട്ടോക്രാറ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ ഭരണം അല്ലെങ്കിൽ പരമ്പരാഗതമായി മുതൽ നമുക്ക് പരിശോധിച്ചാൽ ഇന്ത്യൻ ഭരണത്തിൽ കാണാൻ കഴിയുന്ന സവിശേഷത. ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ദീസ് വെസ്റ്റേണേഴ്സ് ദേ വർ ഓൾവേസ് try to negate Indian culture. ഇന്ത്യൻ കൾച്ചറിനെ അവർ പൂർണ്ണമായിട്ട് നെഗേറ്റ് ചെയ്യാം. ദെൻ ഇവിടുത്തെ സംസ്കാരവും സൊസൈറ്റിയും വിച്ച് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ കാസ്റ്റ് ഓറിയന്റഡ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവിടെ ആ കാസ്റ്റ് കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള അൺചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് കമ്പാർട്ട്മെന്റലൈസേഷനിൽ കൂടിയാണ് വലിയ കാലഘട്ടം ഇന്ത്യ പോന്നിരുന്നതെന്നും അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു സമയത്തും സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ബാക്ക്വേർഡ്നെസ്സിന്, പുരോഗതി ഇല്ലായ്മയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഓറിയന്റൽ റൂളേഴ്സ് ആ കാലഘട്ടങ്ങളിൽ കൈക്കൊണ്ട പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഡിസിഷൻ ആണ്. അവരെല്ലാ കാലഘട്ടത്തിലും ഫ്രീ ട്രേഡിനെ അംഗീകരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ദ ഡെസ്പോട്ടിക് റൂൾ ഓഫ് ഇന്ത്യൻ കിങ് വിച്ച് ഹാഡ് കർട്ടൈൻ പേഴ്സണൽ ലിബർട്ടി, ഒരു തരത്തിലുള്ള പേഴ്സണൽ ലിബർട്ടിയും നൽകാൻ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു റൂളേഴ്സും തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഇതില് നമുക്ക് സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ചില സമയങ്ങളിൽ കൊളോണിയൽ ചരിത്രകാരന്മാർ ഒരു കമ്മ്യൂണൽ ടിഞ്ച് ഉണ്ടാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പഠനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തോമസ് റോയ് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ത്തിന്റെ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ അതിൽ കാണുന്നത്, അദ്ദേഹം ജഹാംഗീറിന്റെ കാലഘട്ടത്തിലെ വളരെ വിശദമായി പറയുന്നുണ്ട്. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള എന്താ പറയാ ജനാധിപത്യപരമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ആ കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും മുഗൾ കാലഘട്ടത്തെ പറ്റി ഫ്രാങ്കോയിസ് ബെർണിയർ പറയുന്ന കാഴ്ചപ്പാട്, മുഗൾ കാലഘട്ടത്തിലും ഈ ഒരു ഡെസ്പോട്ടിക് നേച്ചർ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ മുഗൾ കാലഘട്ടം എന്നല്ല, എല്ലാ കാലഘട്ടത്തിലെയും സവിശേഷമായ ഒരു സ്വഭാവം ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു പോന്നാൽ ഈ ഡെസ്പോട്ടിക് നേച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ തോമസ് റോ ജഹാംഗീറിന്റെ ഭരണകാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ബെർണിയർ മുഗൾ കാലഘട്ടത്തിലെ ഡെസ്പോട്ടിക് നേച്ചറിനെയൊക്കെ പറ്റി പറയുന്നത് ഒരു കമ്മ്യൂണൽ ടിഞ്ചിലേക്ക് ഇന്ത്യൻ സംസ്കാരത്തെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നും നമ്മൾ സംശയിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാഴ്ചപ്പാടുകളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. അത്തരത്തിൽ എന്തായിരിക്കണം അവരുടെ ചിന്തകളും പ്രവൃത്തികളും എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ദെൻ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, എന്തായാലും ഒന്ന് വസ്തുതയാണ്, ഇന്ത്യൻ ചരിത്രത്തെ അംഗീകരിക്കാൻ ഒരു കാലഘട്ടത്തിലും കൊളോണിയൽ ചരിത്രം തയ്യാറായിരുന്നില്ല. ആ കൊളോണിയൽ മേധാവിത്വത്തെ അല്ലെങ്കിൽ ആ യൂറോസെൻട്രിക് കാഴ്ചപ്പാടുകളെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് എങ്ങനെയാണോ കഴിയുന്നത് അത്തരത്തില് അവർ ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ദെൻ വി ഹാവ് ടു ഡിസ്കസ് ഓൺ ദിസ് ഓറിയന്റൽ ഡിസ്പോട്ടിസം. ഇനി ഈ ഓറിയന്റൽ ഡിസ്പോട്ടിസം എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു പല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. Then Indians in pre-British India had no concern for politics and administration. ഇന്ത്യയുടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയെയാണ് അവർ കൃത്യമായി പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു കൃത്യമായ ഭരണ സംവിധാനമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ സംവിധാനമോ ഉണ്ടായിരുന്നില്ല.
The rulers never cared for the interest of the common people. ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിലെ ഭരണ സംവിധാനത്തില് രാജാക്കന്മാര് സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചിരുന്നില്ല എന്നാണ് കാണുന്നത്. The colonial scholars try to uphold the superiority of European notion. എല്ലാ കാലഘട്ടത്തിലും കൊളോണിയൽ സ്കോളേഴ്സ്, എസ്പെഷ്യലി ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്റോറിയൻസ്, ദേ ട്രൈ ടു അപ്ഹോൾഡ് ദ സുപ്പീരിയോറിറ്റി ഓഫ് യൂറോപ്യൻ നോഷൻ. യൂറോപ്യൻ ചിന്താഗതിയുടെ മേധാവിത്വത്തെ പരമാവധി ഇന്ത്യൻ ചരിത്രത്തിൽ കാണിക്കാനുള്ള ഒരു ശ്രമം, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊളോണിയൽ ഭരണത്തെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദേ പ്രൊമോട്ടഡ് യൂറോപ്യൻ കൾച്ചറൽ ഹെജിമണി. ഇന്ത്യയില് സാംസ്കാരികമായിട്ടുള്ള മേധാവിത്വം, യൂറോപ്യൻ സാംസ്കാരിക മേധാവിത്വത്തെ ഉപയോഗപ്പെടുത്താനും അവർ ഈ കൺസെപ്റ്റ് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. And also that's why we can say that they were trying to develop a theoretical justification of British rule. British rule inde ഒരു theoretical justification അവർ പരമാവധി വരുത്താൻ ശ്രമിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നും അതോട് കൂട്ടി വായിക്കേണ്ടതാണ്. The historians not concerned the life and culture of Indian people. ഒരു പ്രധാനപ്പെട്ട വസ്തുത, ആരുടെ വർക്കുകൾ നമുക്ക് പരിശോധിച്ചാലും, കൊളോണിയൽ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരുടെ വർക്കുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ ഒരിക്കൽ പോലും ഈ ഇന്ത്യൻ ചരിത്രത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ സമീപനമൊന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല. They were not ready to concern the detailed structure of Indian culture and society. ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയോ ഇന്ത്യൻ സമൂഹത്തെ പറ്റിയോ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനല്ല, അവരുടെ കൊളോണിയൽ ജസ്റ്റിഫിക്കേഷനെ മാക്സിമം എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവര് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ സാമ്രാജ്യത്വ മേധാവിത്വത്തെ കൃത്യമായി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് കാണാം. ഇന്ത്യ ആൻഡ് ചൈന, ദ ടു മേജർ സിവിലൈസേഷൻസ് ഓഫ് ദ ഓറിയന്റ്. നമുക്കറിയാം ഇന്ത്യയും ചൈനയുമാണ് പൗരസ്ത്യ ദേശത്തെ ഒരു പ്രധാനപ്പെട്ട രണ്ട് സിവിലൈസേഷൻ. ദേ വേർ കമൺ അബൌട്ട് അൺചേഞ്ചിങ് സ്റ്റാഗ്നന്റ് ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിലും അതുപോലെ തന്നെ ചൈനയിലാണെങ്കിലും സൊസൈറ്റി എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്, സ്റ്റാഗ്നന്റ് ആണ്. ആൻഡ് അൺസിവിലൈസ്ഡ് ഇന്ത്യൻസ് വേർ ഫിറ്റ് ടു ബി റൂൾഡ് വിത്ത് ആൻ അയൺ ഹാർട്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ ഡെസ്പോട്ടിക് നേച്ചറും വളരെ ക്രൂരമായിട്ടാണ് അവര് ജനങ്ങളോട് പെരുമാറിയത് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ പെരുമാറിയിരുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം, വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം കൊളോണിയൽ ചരിത്രത്തിൽ കാണാൻ പറ്റും. അത്തരത്തിലാണ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് ഒരിക്കലും സ്വയം ഭരണത്തിനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. The colonial historians argued that India never experienced national unity prior to the implementation of British rule. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ പരിശോധിച്ചാൽ കൊളോണിയൽ ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിലും ഒരു നാഷണൽ യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു നാഷണൽ യൂണിറ്റിയിലേക്ക് ഇന്ത്യൻ സമൂഹം എത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദേ വേർ ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ദ നാഷണൽ യൂണിറ്റി. അവർ ഇന്ത്യയിൽ നിലനിന്നത് അല്ലെങ്കിൽ നിലകൊണ്ട നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ദേശീയമായിട്ടുള്ള ഒരു യൂണിഫോം സ്ട്രക്ചറിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. Then another important thing is that Indians were passive. ഇന്ത്യൻസ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പാസീവായിട്ടുള്ള നേച്ചറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ പാസീവായിട്ടുള്ള വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയെ ഒരു നാഷണലിസ്റ്റ് ലെവൽ ഓഫ് കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഈ യൂറോപ്യൻ ഇംപ്ലിമെന്റേഷനോട് കൂടിയാണ് എന്ന് പറയാനാണ് കൊളോണിയൽ ചരിത്രകാരന്മാര് ശ്രമിച്ചത്. ഇന്ത്യൻസ് വെയർ നോട്ട് കേപ്പബിൾ ഓഫ് ഡിസൈഡിങ് ദെയർ ഓൺ ഡെസ്റ്റിനി. ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഒരു അന്തസത്തയെ രൂപപ്പെടുത്തിയെടുക്കാൻ പര്യാപ്തമായിരുന്നില്ല ആ കാലഘട്ടത്ത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി. ദേ വേർ അൺഫിറ്റ് ഫോർ സെൽഫ് ഗവൺമെന്റ്. ഒരു സ്വയം ഭരണ സംവിധാനത്തിലേക്കുള്ള ഒരു കാൽവയ്പ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ
ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിട്ടാണ് അവർ പറയുന്നത്. ഓൺലി ദ സൊല്യൂഷൻ ദാറ്റ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് ഇതിന് ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇന്ത്യയിൽ ഭരണം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ കൊളോണിയൽ ചരിത്രകാരന്മാര് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ നിന്നുകൊണ്ട് ഈ ഇന്ത്യൻ ചരിത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു കൊളോണിയൽ ജസ്റ്റിഫിക്കേഷൻ ആണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ കൊളോണിയൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഈ തിയറിയെ എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉപയോഗപ്പെടുത്തിയെന്നാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൊളോണിയൽ ചരിത്രകാരന്മാര് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അവരുടെ ഭരണ സംവിധാനത്തെ നീതീകരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാൾ എ വിറ്റ്ഫോഗൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വളരെ കൃത്യമായി നമുക്ക് അസസ് ചെയ്യാൻ കഴിയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായിട്ടുണ്ട് സർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.